ബീഹാറിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. ജയിക്കാനുള്ള വളരെ പരിശ്രമത്തിലാണ് BJP. അതിനുവേണ്ടി എന്ത് തന്തയില്ലായ്മ കളിയും BJP കളിക്കും. ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ വോട്ടുകൾ വെട്ടിമാറ്റി. പണ്ടെല്ലാം EVM ഹാക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങളെല്ലാം പൗരത്വമില്ലാത്തവരാണെന്ന് ഒറ്റ മുദ്ര കൊണ്ട് അവരുടെ എല്ലാം വോട്ടവകാശം നിഷേധിച്ചുകൊണ്ട് ഇവർ 100% ഇവർക്ക് വോട്ട് തരും എന്ന് വിശ്വസിക്കുന്നവരെ മാത്രം വോട്ടർ ലിസ്റ്റിൽ ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു സയന്റിഫിക് ആയിട്ട് ഒരു കണ്ടുപിടുത്തമാണ് ബീഹാറിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ല, വോട്ട് മോഷണം, വോട്ട് ചോരി. പിന്നെ പുതിയൊരു വാഗ്ദാനം ഇറങ്ങിയിട്ടുണ്ട്. നോക്കണം, ബീഹാറിൽ 850 കോടിയുടെ ചെലവിൽ സീതാദേവിയുടെ അമ്പലം പണിയും എന്നുള്ളൊരു ഓഫർ ബീഹാർ ജനതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ രസം കേൾക്കണേ. അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ അമ്പലം പണിഞ്ഞു. അയോധ്യയിൽ ഇവർ തോറ്റു. എന്താണ് കാരണം? അയോധ്യയിൽ രാമക്ഷേത്രം പണിയുവാൻ വേണ്ടി ആ ഭാഗത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിച്ചു. അവരെ നടുറോട്ടിലേക്ക് ഇറക്കി വിട്ടു. അവർക്ക് ഒന്നും കൊടുക്കാതെ നൂറുകണക്കിന് ജനങ്ങൾ പെരുവഴിയിലായി. അവരുടെ കിടപ്പാടം എല്ലാം ആയസ് കൊണ്ട് സമ്പാദിച്ച അവരുടെ കിടപ്പാടം, അവരുടെ സ്വത്ത് എല്ലാം നശിപ്പിക്കപ്പെട്ടു. അവരെ പെരുവഴിയിലേക്ക് തള്ളിവിട്ടു. എന്നിട്ടാണ് അവരുടെ നെഞ്ചത്താണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിതത്. അങ്ങനെ ഇലക്ഷൻ വന്നപ്പോൾ അവർ തോറ്റു. അയോധ്യയിൽ അവർ തോറ്റു. ഇനി ബീഹാറിൽ ഒരു സീതാക്ഷേത്രം കൂടി വന്നു കഴിഞ്ഞാൽ എത്ര ജനങ്ങളുടെ വീടുകളാണ് ഇല്ലാണ്ടാവുക എന്ന് ബീഹാർ ജനത ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ സ്വത്തും വീടുകളെല്ലാം നശിപ്പിക്കപ്പെട്ടേക്കാം. അവർ തെരുവിലേക്ക് എറിയപ്പെട്ടേക്കാം. എന്ത് വന്നാലും BJPക്ക് ജയ്, ജയ് RSS. ഓക്കെ.